2019 മെയ് 30 ആധുനിക ഭാരത ശില്പി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി രണ്ടാം തവണയും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. मैं नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं. കേന്ദ്രമന്ത്രിസഭയിൽ ആരാവും കേരളത്തിന്റെ പ്രതിനിധി? മാധ്യമങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്നും ഏറ്റവും മികച്ച ടീമിനെ തെരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയുടെ ഉത്തരമെത്തി. ABVP ദേശീയ ഭാരവാഹി മുതൽ BJP സംസ്ഥാന അധ്യക്ഷൻ വരെയുള്ള പദവികളിൽ തിളങ്ങിയ നേതൃപാടവവും സംഘാടകശേഷിയും പ്രവൃത്തിയിലൂടെ തെളിയിച്ച കേരളത്തിന്റെ സ്വന്തം മുരളിയേട്ടൻ മോദി 2.0 മലയാളി മുഖമായി. വിദേശകാര്യവും പാർലമെന്ററി കാര്യവും രണ്ട് സുപ്രധാന വകുപ്പുകളുടെ സഹമന്ത്രി പദവിയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിനായി കാത്തുവച്ചത്. ഭാരതീയ വിദേശ നയം കരുത്താർജിച്ച, ലോകത്തിനു മുന്നിൽ രാജ്യം ആദരിക്കപ്പെട്ട 5 വർഷങ്ങളിൽ സുപ്രധാന ഉച്ചകോടികളിലും ഉഭയകക്ഷി ചർച്ചകളിലും ഭാരതത്തിന്റെ മുഖമായി വി മുരളീധരൻ. ആഫ്രിക്ക, ഗൾഫ് രാജ്യങ്ങൾ എന്നിങ്ങനെ തന്ത്രപരമായും സാമ്പത്തികമായും ഇന്ത്യൻ നയതന്ത്ര ബന്ധം നിർണായകമായ മേഖലകളുടെ ചുമതല, പുറമെ പാസ്പോർട്ട് ഓഫീസുകളുടെ ചുമതല. വിദേശകാര്യ വകുപ്പിലെ ഈ രണ്ടാമൻ പലതവണ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ ശബ്ദമായി. To represent my Prime Minister Sri Narendra Modi at this important high-level debate on a topic that is extremely important and pertinent to the global south, particularly countries in Africa. പ്രവാസി ക്ഷേമം പ്രഖ്യാപിത ലക്ഷ്യമാക്കി നിരന്തര ഇടപെടലുകൾ. ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികളുമായും ഇന്ത്യൻ വിദ്യാർത്ഥികളുമായും ബിസിനസ് രംഗത്തെ ഇന്ത്യൻ സമൂഹവുമായെല്ലാം കൂടിക്കാഴ്ചകൾ, ക്ഷേമാന്വേഷണങ്ങൾ. കോവിഡ് മഹാമാരിക്കാലത്ത് വിദേശത്ത് കുടുങ്ങിയ ആയിരക്കണക്കിന് മലയാളികളടക്കം ഭാരതീയരെ സുരക്ഷിതരായി നാട്ടിലെത്തിച്ച വന്ദേ ഭാരത് മിഷന്റെ മുഖ്യ അമരക്കാരനായി മലയാളിയുടെ സ്വന്തം മന്ത്രി. ഇറാനിലെ വിദൂര ദ്വീപിൽ കുടുങ്ങിയ കോഴിക്കോട്ടുകാരി വത്സലയെ കപ്പലയച്ച് രക്ഷിച്ച ശ്രീ വി മുരളീധരന്റെ ഇടപെടൽ മാധ്യമങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി. കുവൈറ്റിൽ, ഇറാനിൽ, ഖത്തറിൽ, നൈജീരിയയിൽ, ശ്രീലങ്കയിൽ തടവിലാക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ മുതൽ നാവികർ വരെയുള്ളവരുടെ മോചനത്തിന് നിരന്തര ഇടപെടലുകൾ നടത്തിയ വി മുരളീധരന് ലോകമെമ്പാടുമുള്ള ഭരണാധികാരികളുമായുള്ള ബന്ധം രാജ്യത്തിന് കരുത്തായി. പ്രവാസി ക്ഷേമത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക താൽപര്യം അറിയുന്നതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുഡാൻ രക്ഷാദൌത്യവും മുരളീധരനെ ഏൽപ്പിച്ചത്. ഓപ്പറേഷൻ കാവേരി, ദേവിശക്തി, ദോസ്ത് എണ്ണിപ്പറഞ്ഞാൽ തീരാത്ത ദൗത്യങ്ങളിലൂടെ പ്രവാസി ഇന്ത്യക്കാർക്ക് രണ്ടാം ജന്മം നൽകിയ രക്ഷകനാണ് ശ്രീ വി മുരളീധരൻ. G20 ബ്രസീൽ ഉച്ചകോടിയുടെ തുടക്കമായ മന്ത്രിതല സമ്മേളനത്തിലും രാജ്യത്തിന്റെ പ്രതിനിധിയാവാൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുത്തത് രാജ്യതാൽപര്യങ്ങൾ സൗമ്യമായും കർശനമായും അവതരിപ്പിക്കാൻ ശേഷിയുള്ള ഈ മലയാളിയെ തന്നെ. 140 കോടി ഭാരതീയരുടെ പ്രതിനിധികൾ തർക്കിച്ചും യോജിച്ചും നിയമനിർമ്മാണം നടത്തുന്ന പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പിലും പാർലമെന്ററി കാര്യ സഹമന്ത്രി എന്ന നിലയിൽ വിജയകരമായ ഇടപെടൽ നടത്തിയ ശ്രീ മുരളീധരൻ ദേശീയതലത്തിലും ഭരണമികവും നേതൃപാടവും ഒരുപോലെ തെളിയിച്ച വ്യക്തിയാണ്.